ഹായ്, ഐം സഞ്ജന. സോ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാൻ ആക്ച്വലി ഇതെൻ്റെ ഫസ്റ്റ് എവർ ഷോർട്ട് ഫിലിം, അല്ലെങ്കിൽ ലൈക്ക് എനിത്തിങ് ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ ആക്ച്വലി ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ടെൻഷനും ഉണ്ടായിരുന്നു. ആക്ച്വലി അഭിനന്ദ് വിളിക്കുമ്പോഴും ഞാൻ പറഞ്ഞിരുന്നു എന്നെ ലാസ്റ്റ് റിസോർട്ടായിട്ട് വെച്ചാൽ മതി, ആരും എസ് പറഞ്ഞില്ലേ മാത്രം എന്നെ വിളിച്ചാൽ മതി. ബിക്കോസ് ആഗ്രഹം ഉണ്ടെങ്കിലും ഭയങ്കര പേടിയായിരുന്നു, ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ദെൻ സെറ്റിലായാലും അവൻ പറഞ്ഞു ഫുൾ പയ്യന്മാരാണ്, കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെയാണ് സെറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് അഭിനന്ദനെ അലനെ അല്ലാണ്ട് വേറെ ആരെയും അറിയില്ലായിരുന്നു അവിടെ. പക്ഷേ ഇറ്റ് വാസ് വെരി ഈസി ടു വർക്ക് വിത്ത്. എല്ലാവരും ഭയങ്കര വെൽക്കമിങ്, ഭയങ്കര വോമായിരുന്നു. ആൻഡ് ഷൂട്ടിങ്ങിനെ പറ്റി പറയാനാണെങ്കിൽ അഭിനന്ദ് ആക്ടറും കൂടി ആയതുകൊണ്ട് ഡയറക്ടർ ആകുമ്പോൾ അതിൻ്റെ ഗുണങ്ങളെല്ലാം ഉണ്ട്. ബിക്കോസ് നമ്മൾ ഒരുമിച്ചിരുന്ന് കുറേ വട്ടം ഇത് പ്രാക്ടീസ് ചെയ്തു. അപ്പം മാസ്റ്ററൊക്കെ പോകുന്ന സമയത്ത് ഇറ്റ് വാസ് വെരി ഈസി. ഞങ്ങൾ ചുമ്മാ ഡയലോഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, അതൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. ആൻഡ് ആസ് എ ഹോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആക്ച്വലി എന്താവും. കാരണം ഫൈനൽ ഞാൻ കണ്ടിട്ടില്ല. ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഫൈനൽ എടുത്തും ലൈക്ക് ഔട്ട് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ചാലഞ്ചസ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ പേടി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞ സെറ്റിലെ എല്ലാവരും ഈ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അത് ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക്, കാരണം ഈ 2 മണിക്കൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ 2 ദിവസം ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ഭയങ്കര ടൈറ്റ് സ്കെഡ്യൂളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ഷോട്ടൊക്കെ പെട്ടെന്ന് കുറേ ഡയലോഗ്സ് പറയണമെന്നുണ്ടെങ്കിൽ സെറ്റ് അത്ര സപ്പോർട്ടീവ് ആയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചാലഞ്ചിനെ ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്തതും സെറ്റ് തന്നെയാണ്.